ഷിയ വിഭാഗങ്ങൾക്കെതിരെ പാകിസ്ഥാൻ നടക്കുന്ന ആക്രമണത്തിനെതിരെ യു.പിയിൽ പ്രതിഷേധം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ കോലം കത്തിച്ചു. ഖൈബർ പക്തുഗോയിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇന്നലെ മാത്രം 10ഓളം പേർ കൊല്ലപ്പെട്ടു. ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ തുടരുന്നത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഷിയ വിഭാഗങ്ങൾക്കെതിരെ പാകിസ്ഥാൻ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ യു.പിയിൽ പ്രതിഷേധമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ കോലം യു.പിയിൽ കത്തിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു അക്രമവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? എങ്കിൽ തീർച്ചയായും ഒരു വെടിനിർത്തൽ സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വരുന്നത്. എങ്കിൽ കൂടി ആക്രമണം തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുന്നി ഷിയ വിഭാഗങ്ങൾ, അതായത് മുസ്ലിമിലെ രണ്ട് ഇസ്ലാം മത വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഖൈബർ പക്തുൻഖ്വ ഉൾപ്പെടെയുള്ള അഫ്ഗാൻ അതിർത്തി പ്രദേശങ്ങളിലാണ് വളരെ ഗൗരവമേറിയ ആക്രമണങ്ങളെല്ലാം തന്നെ നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും വൻതോതിൽ മരണം സംഭവിച്ചിട്ടുണ്ട്. 200ഓളം പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ നിലവിലെ വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആക്രമണം അതിശക്തമാകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഷിയ മുസ്ലിമുകളുടെ നേരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങൾക്കെതിരെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളെല്ലാം കാണുന്നത് പോലെ ലക്നൌവിലെല്ലാം തന്നെ പ്രതിഷേധം അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പാകിസ്ഥാനിലെ 15% വരുന്ന, സാങ്കേതികമായി 15% എന്ന് പറയാവുന്ന അത്രയും എണ്ണം വരുന്ന ഷിയ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ വൻതോതിലുള്ള ഒരു ആക്രമണം, അതായത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിമുകൾക്കെതിരെ വൻതോതിലുള്ള ഒരു ആക്രമണമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെതിരെയാണ് ഷഹബാസ് ഷെരീഫിൻ്റെ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഇവിടെ ഉണ്ടായത്, ലക്നൌവിലുണ്ടായത്. ഭാരതത്തിലും ഈ ഷിയ മുസ്ലിമുകൾക്ക് അവിടെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ഉയരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, തുടർച്ചയായി ഈ ആക്രമണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. 180 പേർ മരിച്ചു എന്നാണ് വ്യവസ്ഥാപിതമായ കണക്കുകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എങ്കിലും 200 കടന്നിട്ടുണ്ട് എന്ന സൂചനകളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഇന്നലെ മാത്രം, അതായത് 28-ാം തീയതി മാത്രം കൊല്ലപ്പെട്ടത് ഏതാണ്ട് 20ഓളം പേരാണ്, 18 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നു. അതിശക്തമായ ഭീകരത നിലനിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ ഒരു വിഷയത്തിൽ ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടാകേണ്ടത് എന്നത് സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ചർച്ചകളൊന്നും തന്നെ ഇപ്പോൾ ഉണ്ടായി വരുന്നില്ല എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. മാത്രമല്ല, ഇത് വളരെ ലഘൂകരിക്കാനുള്ളൊരു നീക്കങ്ങൾ, ലഘൂകരിച്ച് പുറത്തേക്ക് വിവരങ്ങൾ വിടുന്നതിനുള്ള നീക്കങ്ങൾ പാകിസ്ഥാനിലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നൊരു ആരോപണവും ശക്തമായി ഉയരുന്നുണ്ട്. ശരി ഐസൻ, ഷിയ വിഭാഗങ്ങൾക്കെതിരെ പാകിസ്ഥാനിൽ നടക്കുന്ന ആക്രമണത്തിനെതിരെ യു.പിയിൽ പ്രതിഷേധം ശക്തമാകുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ കോലം യു.പിയിൽ കത്തിച്ചു. ഒപ്പം തന്നെ പാകിസ്ഥാനിലും ഈ ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ആക്രമണം തുടരുകയാണ്. ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ ശക്തമാകുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.